സർ, ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു പുകമറിയെയും ഭയപ്പെടുന്നില്ല. സർ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും ഞങ്ങളാകെയും സ്വീകരിച്ച നിലപാടെന്താണ്? ഞങ്ങൾ എല്ലാ കാലത്തും ഒരു തരത്തിലുള്ള കുറ്റവാളികളെയും സംരക്ഷിക്കാൻ നിന്നിട്ടില്ല. ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടിയെടുക്കുന്ന രീതിയും ശീലവുമാണ് ഞങ്ങൾക്കുള്ളത്. ഏതെങ്കിലും കുറ്റവാളി ഉണ്ടെങ്കിൽ ആ ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ ശബരിമലയിലെ ദൈവതുല്യനും കൈവിലങ്ങ് വീണിരിക്കുകയാണ്. ആ വിഗ്രഹവും അങ്ങനെ വീണുടയുന്നു എന്നത്. ചോദ്യമുനയിൽ നിന്ന് അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ തന്ത്രിയുടെ റോൾ എന്ത്? പോറ്റിയെ കയറ്റിയത് തന്ത്രി എന്ന SIT ഉറപ്പിക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റിലേക്ക് പ്രത്യേക സംഘം കടന്നിരിക്കുന്നു. ഈ സ്വർണ്ണക്കൊള്ള ശബരിമലയിലേക്ക് അല്ലെങ്കിൽ ഈ പോറ്റിയെ കയറ്റിയ എന്ന് പാരടിക്കും. പോറ്റിയെ കയറ്റിയത് ആരാണെന്ന ചോദ്യത്തിന് അത് തന്ത്രിയാണ് എന്ന് പറയും. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നാണ് SIT. കസ്റ്റഡിയിലായിരുന്ന തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായിരിക്കുന്നു. അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ. തീർച്ചയായിട്ടും ശബരിമല തന്ത്രി തന്നെ, അതായത് ദേവന്റെ പിതസ്ഥാനത്തുള്ള തന്ത്രി തന്നെ അറസ്റ്റിലാവുന്നു. അതും ദേവന്റെ സ്വത്ത് അപഹരിച്ച കേസിൽ എന്നുള്ളത് ശബരിമലയിലെ ദേവന്റെ സ്വത്ത് അപഹരിച്ചത് ദേവന്റെ പിതൃസ്ഥാനത്തുള്ള തന്ത്രിയുടെ കൂടി ആലോചനയിലോ സാന്നിധ്യത്തിലോ ഒത്താശയിലോ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും സ്ഫോടനാത്മകമായ ഒരു വാർത്തയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശബരിമല തന്ത്രിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ അത്രത്തോളം സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു. തീർച്ചയായും അതാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ നിർണായകമായ ഒരു സ്റ്റെപ്പിലേക്ക് കിങ് പിന്നിലേക്ക് അറസ്റ്റ് നേടിയിട്ടുണ്ടെങ്കിൽ പോറ്റിയെ കയറ്റിയത് ആരാണ്? പോറ്റിയെ കയറ്റിയത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് തന്ത്രി കണ്ഠരര് രാജീവരുടെ മുൻകൈയിലാണ്.